എന്തിനാണ് എന്നെ ഇതിങ്ങനെ കരയിക്കുന്നത്? നമുക്ക് ആ സവോളയുടെ ഉള്ളിലേക്ക് പോകാം. എല്ലാ ജീവജാലങ്ങളെയും പോലെ ഒരു സവാളയും ലക്ഷക്കണക്കിന് ചെറിയ കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ സവാള 2 വ്യത്യസ്ത ചേരുവകളെ പരസ്പരം വേർതിരിച്ച് സൂക്ഷിക്കുന്നു. സവോള മുഴുവനായിരിക്കുമ്പോൾ അവ വേർതിരിഞ്ഞു നിൽക്കുന്നു, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു കട്ടി അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും ആ സെൽസിനെ തുളയ്ക്കുന്ന നിമിഷം അവ രണ്ടും കലരുന്നു, അവ റിയാക്ട് ചെയ്യുന്നു. അത് ഒരു വാതകം അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കുന്നു. ആ ഗ്യാസ് നേരെ മുകളിലേക്ക് പൊങ്ങുന്നു, നിങ്ങളുടെ കണ്ണുകളിലേക്ക്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഭാഗം ഇനിയാണ്. ഈ സവോള ഇത് അബദ്ധത്തിൽ ചെയ്യുന്നതല്ല, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. സവോളകൾ മണ്ണിനടിയിൽ വളരുന്നു. അവിടെ അവയെ തിന്നാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. പ്രാണികൾ, ചെറിയ മൃഗങ്ങൾ, പല്ലും നഖവുമുള്ള എന്തും. അതുകൊണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സവോള ഒരു ഡിഫൻസ് സിസ്റ്റം അഥവാ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചു. എന്തെങ്കിലും അതിലേക്ക് കടക്കുന്ന നിമിഷം അതൊരു പ്രാണിയോ മൃഗമോ കത്തിയുമായി വരുന്ന ഒരു മനുഷ്യനോ ആയിക്കോട്ടെ, അത് ആ ഗ്യാസ് പുറത്തേക്ക് വിടുന്നു. ഒരു കെമിക്കൽ വെപ്പൺ അഥവാ രാസായുധം ആക്രമിക്കുന്നതിനെ ഓടിക്കാൻ. ആ ഗ്യാസ് കണ്ണിലെത്തുമ്പോൾ കണ്ണിനെ സംരക്ഷിക്കുന്ന നേർത്ത ജലപാളിയിൽ തൊടുന്നു. കണ്ണ് അത് ഉടനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കണ്ണ് അതിൻ്റെ ഡിഫൻസ് എടുക്കുന്നു, കണ്ണുനീരുണ്ടാക്കുന്നു. കഴിയുന്നത്ര വേഗത്തിൽ അത് കഴുകിക്കളയാൻ 2 ഡിഫൻസ് സിസ്റ്റംസ് ഒരേ സമയം. സവോള ഗ്യാസ് ഫയർ ചെയ്യുന്നു, കണ്ണുനീർ കൊണ്ട് തിരിച്ചടിക്കുന്നു. 2 ഭാഗത്തും ന്യായമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശാസ്ത്രജ്ഞർ ഇത് സ്റ്റഡി ചെയ്തു. കത്തി കൂടുതൽ മൂർച്ചയുള്ളതാണെങ്കിൽ പതുക്കെ മുറിക്കുമ്പോൾ കുറച്ച് ഗ്യാസ് മാത്രമേ പുറത്തു വരൂ. മൂർച്ചയുള്ള കത്തി ഒരേ സമയം കുറച്ച് സെൽസിനെ മാത്രം വൃത്തിയായി മുറിക്കുന്നു. മൂർച്ചയില്ലാത്ത കത്തി അതിലൂടെ ചതച്ചാണ് കടന്നു പോകുന്നത്. ഇത് കൂടുതൽ സെൽസിനെ തകർക്കുകയും കൂടുതൽ ഗ്യാസ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതൊന്നും അല്ലെങ്കിൽ ഒരു കണ്ണാടി വെച്ചാലും മതി. സവോളയ്ക്ക് മാത്രമല്ല ഈ ഡിഫൻസ് സിസ്റ്റം. തന്നെ കഴിക്കാൻ വരുന്നവയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സസ്യങ്ങൾക്ക് കഴിയില്ല. അതിനാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവയിൽ പലതും സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തു. മുള്ളുകൾ, കുത്തുന്ന രോമങ്ങൾ, കഴിക്കുമ്പോൾ വായെരിയിക്കുന്ന രാസവസ്തുക്കളൊക്കെ. സസ്യലോകം മുഴുവൻ നിശബ്ദമായി ആയുധം ധരിച്ചിരിക്കുകയാണ്. അടുത്ത തവണ സവോള എറിഞ്ഞിട്ട് കരയുമ്പോൾ സങ്കടപ്പെടേണ്ട. നിങ്ങൾ അബദ്ധത്തിൽ ഒരു പച്ചക്കറിയോട് അടികൂടിയതാണ്, അത് തിരിച്ചടിച്ചു. ഇങ്ങനെ സീക്രട്ട് വെപ്പൻസ് ഉള്ള എത്ര സസ്യങ്ങളുണ്ടാകും? അവ നമുക്ക് ചുറ്റും നിശബ്ദമായി പ്രതിരോധിക്കുകയാണ്.